ജൂൺ 6-നാണ് CJPയുടെ സമരം ജന്തർ മന്ദറിൽ ആദ്യം ആരംഭിക്കുന്നത്. പിന്നീട് അത് പല രൂപത്തിൽ തുടർന്നു. ജൂൺ 20-ന് വീണ്ടും ഒരു റാലി നടത്തി. പിന്നീട് നാം ഇന്ന് കാണുന്ന തലത്തിലേക്ക് അത് വളരുകയായിരുന്നു. പക്ഷേ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് ഈ സമരത്തിൽ ഉന്നയിച്ച ഒരു അവകാശവാദം കൂടി കേൾക്കാം. CJPയുടെ നേതാവ് അഭിജിത്ത് ടിപ്കെ, അദ്ദേഹത്തോടൊപ്പം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് സജിയും JNUവിലെ ചെയർപേഴ്സണായിരുന്ന SFIയുടെ നേതാവ് ഐഷി ഘോഷും നിരാഹാര സത്യാഗ്രഹം നടത്തിയിരുന്നു. അവർ കൂടിയാലോചിച്ച് സമരത്തിന്റെ ഒരു ഘട്ടം വിജയകരമായി പര്യവസാനിച്ചു എന്നുള്ള നിലയിൽ അവരുടെ പ്രഖ്യാപനം നടത്തും. അപ്പോൾ SFIയും CJPയും ഏതാണ്ട് ലയിച്ചു പോകാവുന്നതാണെന്നുള്ള ഒരു സങ്കല്പം ഉണ്ട്. ജോസഫ് സി മാത്യു, എട്ടുകാലി മമ്മൂഞ്ഞ് MA ബേബിക്ക് രാജി കൊടുത്തിട്ട് പണി നിർത്തി പോകുമെന്നാണ് തോന്നുന്നത്. ഇത് നമ്മുടെ ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു അന്തിച്ചർച്ച. സ്ഥിരം വായ്ത്താളമിടുന്ന കുറച്ച് പേരുണ്ടല്ലോ അതിനകത്ത്, സ്ഥിരമാണ് അതിനകത്ത് വരുന്ന ഒരു 4-5 പേരുണ്ട്. പ്രധാനമായിട്ടും അതിൽ പ്രത്യേകിച്ചും CPMന്റെ പ്രതിനിധികളാരും ഈ വിനു വി ജോൺ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കാറില്ല കുറേ കാലമായിട്ടെന്ന് നമുക്കറിയാം. അങ്ങനെ ഇതിലും ഈ CPMന്റെ ആരുമില്ല. അപ്പോൾ സ്ഥിരം അതിനകത്ത് വരുന്ന കുറേ കഥാപാത്രങ്ങളുമായി അധികം നടത്തണം. വിഷയം വേറൊന്നുമല്ല, നമ്മുടെ പാറ്റകൾ ഡൽഹിയിൽ നടത്തിയ ഒരു അത്യുജ്വല സമരം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അത്യുജ്വല വിജയമുണ്ട്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചർച്ച നടത്തുന്നത്. ആ ചർച്ചയ്ക്കിടയിൽ നമ്മുടെ CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ ഒരു എട്ടുകാലി മമ്മൂഞ്ഞായി ചിത്രീകരിച്ചുകൊണ്ട് അധിക്ഷേപിക്കുക തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ വോയിസ് മോഡുലേഷനൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ശരിയായ പത്രപ്രവർത്തന രീതിയാണോ, അതൊരു മാധ്യമപ്രവർത്തകൻ്റെ ശരിയായ നിലപാടാണോ എന്ന് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മൾ വെക്കുകയാണ്. അതിൻ്റെ ശരി തെറ്റുകൾ നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ഇനി വിഷയം എന്താ അറിയോ, ഈ ഡൽഹിയിൽ ഈ CJP സമരം നടത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്ത് ഒരുവിധം ഈ മനസ്സാക്ഷിയുള്ള എല്ലാവരും ആ കുഞ്ഞുങ്ങളോടൊപ്പം നിന്നു. പ്രതിപക്ഷത്തെ ഏറെക്കുറെ എല്ലാ കക്ഷികളും തന്നെ ആ കുഞ്ഞുങ്ങളോടൊപ്പമായിരുന്നു. കുറച്ച് വൈകിയാണെങ്കിലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അവരോടൊപ്പം ചേർന്നു. ആ സമരപന്തലിലേക്കൊന്നും ചെന്നില്ലെങ്കിലും പുറമെ നിന്നുകൊണ്ട് ഒരു അത്യുജ്വല പോരാട്ടം രാഹുൽ ഗാന്ധിയും കാഴ്ചവെച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുണ്ടാക്കിയ മാനവും ചില്ലറയായിരുന്നില്ല. രാജ്യത്ത് ആ സമരത്തിനൊരു ആവേശം പകർന്നു എന്നുള്ളതും ശരിയാണ്. പക്ഷെ ആ സമരത്തിനോടൊപ്പം തുടക്കം മുതൽ നിന്ന ഇടതുപക്ഷ സംഘടനകളുണ്ട്. അത് കാണാതെ പോകാൻ പറ്റില്ല. നമ്മൾ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് ലോകം മുഴുവൻ കണ്ടതാണ്. പ്രത്യേകിച്ചും ഇടതുപക്ഷ നേതാക്കൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ആകെ അവരുടെ എണ്ണം കുറവാണല്ലോ. ലോകസഭയിലൊക്കെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. എല്ലാവരും ഇവിടുന്ന് ജയിച്ചു പോയവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. പിന്നെ ആകെയുള്ളത് രാജ്യസഭയിലെ 1-2 പേര് വിരലിലെണ്ണാവുന്ന ജോൺ ബ്രിട്ടാസ്, അല്ലെങ്കിൽ CPIയിലെ സന്തോഷ് കുമാർ. നമ്മുടെ ലോകസഭയിലെ ഏക മെമ്പറാണ് ആര്, നമ്മുടെ രാധാകൃഷ്ണൻ. അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളത്. ആകെ കേരളത്തിൽ നിന്നുള്ള MP-മാർ മാത്രം. അവരാകട്ടെ ഈ സമരത്തിനോടൊപ്പം തുടക്കം മുതലുണ്ട് എന്നുള്ളത് നമുക്ക് സംശയമുള്ള കാര്യമല്ല. പക്ഷെ വിനു വി ജോണിൻ്റെ കണ്ണുകളിലൂടെ അത് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമരം വിജയിച്ചു കഴിഞ്ഞപ്പോൾ MA ബേബി ഒരു പത്രസമ്മേളനം നടത്തി ആ വിജയത്തിൻ്റെ ആഹ്ലാദം പങ്കിട്ടുകൊണ്ട് CJPയോടൊപ്പം നിന്നുവെന്നും ആ സമരത്തിൽ CJPയുമായി ഒത്തുപോകാൻ പറ്റുമെന്നും ഒരുമിച്ചൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞതാണ് ഇദ്ദേഹത്തിന് ഈ വല്ലാതെ കൊണ്ടുപോയത്. അതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നടുക്ക് വെച്ച് കണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോദി മീഡിയ എന്ന് പറയുന്ന മോദിയോട് എപ്പോഴും കൂടെ നിന്നിരുന്ന മീഡിയയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ഏഷ്യാനെറ്റിനെ കണക്കാക്കിയിരുന്നെന്ന് തോന്നുന്നു. ഒരു ഘട്ടത്തിൽ ഈ ഏഷ്യാനെറ്റിൻ്റെ പ്രതിനിധിയൊക്കെ അവിടെ നിന്ന് റിപ്പോർട്ടറെയൊക്കെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്ന ചില രംഗങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കണ്ടത് ശരിയായതാണോ എന്നറിയില്ല, AI നിർമ്മിതാണോ എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ അവിടെ ചിലർ ഗോ ബാക്ക് ഗോദി മീഡിയ എന്ന് പറയുന്നതിൽ ഈ ഏഷ്യാനെറ്റിൻ്റെ ഒരു റിപ്പോർട്ടറെയും അവിടെ നിന്ന് ഓടിക്കുന്നതായിട്ട് കാഴ്ച കണ്ടു. ശരിയാണോ എന്ന് ഒട്ടും അറിയില്ല. ഇതാണ് അതിൻ്റെ വസ്തുത. ഇനി ഈ വിനു വി ജോൺ ഈ കാഴ്ചകളൊന്നും കണ്ടില്ലെങ്കിൽ ഈ കാഴ്ചകളൊന്നും കാണണം. എന്തുകൊണ്ടാണ് CPM അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ MA ബേബി അങ്ങനെ പറഞ്ഞത് എന്ന് വിനു വി ജോണിന് മാത്രം ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഇടതുപക്ഷ നേതാക്കളൊക്കെ പറയുന്നത്. അവർ ഈ സമരത്തിൻ്റെ ആദ്യ നാൾ മുതൽ തൊട്ട് തന്നെ ആ സമരരംഗത്തുണ്ടായിരുന്നു, ആ സമരപന്തലിലുണ്ടായിരുന്നു, ജന്തർ മന്ദിലുണ്ടായിരുന്നു. അവരുടെ സ്റ്റുഡൻസ് വിങ് ഇടതുപക്ഷത്തിൻ്റെ CPIയുടെയും CPMൻ്റെയും 2 AYFും SFIയും സജീവമായി ഈ സമരത്തിൻ്റെ കൂടെ ആദ്യ നാൾ മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്ന്
വിനു വി ജോൺ കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടു നോക്കൂ എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിനു വി ജോണിന് ഇതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് വിനു വി ജോണിനോട് ചോദിക്കാം. വിനു വി ജോൺ ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത് ആ കണ്ണടയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് നോക്കാനാണ് പറയുന്നത്. ആ കാണുന്നത് പോലീസ് ഒരു പെൺകുട്ടിയെ അടിക്കുന്നതാണ്. അത് തടയുന്നത് SFIയുടെ ധീരയായ ഒരു പ്രവർത്തകയാണത്രേ. അത് വിനു വി ജോണിന്റെ കണ്ണടയിലൂടെ കാണാൻ പറ്റിയെങ്കിൽ കാണട്ടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തീർന്നില്ല വിനു വി ജോണെ, ഇതുകൂടെ കണ്ടു നോക്കൂ എന്ന് അവർ പറയുമ്പോൾ നമുക്കത് കാണിച്ചു കൊടുത്തേക്കാം. ഈ കാഴ്ചകൾ കൂടി വിനു വി ജോണിന് കാണാൻ പറ്റുമെങ്കിൽ കാണട്ടെ എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത്. ആ ഇരിക്കുന്നത് ഈ MA ബേബിയുടെ കൂടെ നിൽക്കുന്ന കുട്ടികളാണ്. അവരാണ് ഈ സമരത്തിന് ഊർജം നൽകിയിട്ട് ഈ ഇരുന്ന് പാട്ടുപാടിയും മുദ്രാവാക്യം വിളിച്ചും ആ സമരത്തിന് ആവേശം പകർന്നും അവിടെ സമരം നടത്തുന്നത്. വിനു വി ജോണിന് എട്ടുകാലി മമ്മൂഞ്ഞാണെന്ന് തോന്നിയ നേതാവും ആ സമരപ്പന്തലിലെത്തുകയും ആ കുഞ്ഞുങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്ത കാഴ്ച വേണമെങ്കിൽ ഈ വിനു വി ജോൺ കാണട്ടെ എന്ന് പറഞ്ഞാണ് ഈ കാഴ്ചകൾ കൂടെ അവർ നമുക്ക് തരുന്നത്. അതുകൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം വിനു വി ജോണിന്. अरे हम लोग से मिलके जाएंगे। अरे MP को अंदर नहीं जाना मतलब क्या है? എന്തായാലും വിനു വി ജോൺ ആരാധിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയുടെ സ്റ്റുഡൻസ് വിങ്ങിനെയൊന്നും ആ പ്രദേശത്തെങ്ങും കണ്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. അത് നമുക്കറിയില്ല കേട്ടോ. നമ്മുടെ പ്രേക്ഷകർ അങ്ങനെ വല്ല കാഴ്ചകളും കണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിലിടണം. എന്താണ് വിനു വി ജോൺ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ഈ പത്രപ്രവർത്തന രീതിക്ക് ഒരു ഭൂഷണമാണോ എന്നത് നമ്മുടെ വിനു വി ജോൺ ആലോചിക്കട്ടെ. നമ്മുടെ രാജ്യത്തെ ഒരു പ്രമുഖമായ രാഷ്ട്രീയ കക്ഷിയെ വിമർശിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും ഏതൊരു പൗരനുമുള്ളതുപോലെ വിനു വി ജോണിനുമുണ്ട്. പക്ഷേ ഈ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരത്തിനോട് ആദ്യം മുതൽ അവസാനം വരെ നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ സമരത്തിൻ്റെ വിജയത്തിന് ശേഷം ആ പാർട്ടിയുടെയും അവരുടെ നേതാക്കളുടെയും പങ്കിനെപ്പറ്റി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതിനെ ഈ വിധത്തിൽ അപഹസിക്കുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം വിനു വി ജോൺ നിശ്ചയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.